വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14 അധ്യായം 28 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എന്റെ മേൽ അധികാരമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകമറിയണം. ഓർമ്മിക്കുക, ഈശോ തന്റെ അന്ത്യപ്രഭാഷണം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈശോയുടെ ഉത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഫലമാണ് സമാധാനം. ഉത്ഥിതനായ ഈശോ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് നൽകിയ ആശംസ സമാധാനം നിങ്ങളോടുകൂടെ എന്നാണ്. ഈശോയുടെ ജനന വാർത്ത അറിയിക്കപ്പെട്ടപ്പോൾ ഈ സമാധാന വാർത്തയും അതോടൊപ്പം അറിയിക്കപ്പെട്ടു. ഈശോ ജനിച്ചപ്പോൾ ദൈവദൂതന്മാർ ആലപിച്ചു: അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. തന്റെ അന്ത്യപ്രഭാഷണത്തിൽ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈശോ ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നതുപോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഭയവും ഹൃദയാസ്വസ്ഥതയുമെല്ലാം നീക്കുന്ന സമാധാന അനുഭവമാണ് ഈശോയിൽ നമുക്ക് കണ്ടെത്താനാവുന്നത്. ഈ സമാധാനം നമുക്ക് തരാൻ വേണ്ടിയാണ് ഈശോ തന്റെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കിയത്. ഈ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന എല്ലാറ്റിനെയും, പാപത്തെയും പൈശാചിക ശക്തികളെയും മരണത്തെയും ഈശോ തന്റെ രക്ഷാകര പ്രവർത്തനത്തിലൂടെ പരാജയപ്പെടുത്തി. ഈശോയുടെ മരണം ലോകത്തിന്റെ വലിയ വിജയമായി കണ്ടവർ ഈശോയുടെ ഉത്ഥാനത്തിലൂടെ നിരാശരായി. മിശിഹായുടെ വിജയം മിശിഹ അനുയായികളുടെ വിജയമാണ്. ഈ വിജയാനുഭവമാണ് സമാധാനത്തിന്റെ അടിസ്ഥാനം. നമ്മിലും ഈശോയുടെ സമാധാനം നിലനിൽക്കുന്ന രീതിയിലുള്ള വിശ്വാസവും പ്രവർത്തനങ്ങളും ഉണ്ടാകുവാനും പരിശുദ്ധാത്മാവിന്റെ സാമീപ്യം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ ഞാൻ അനുഗമിക്കുന്നു, എന്നെ നിൻ കൈകളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയെ ഞാൻ അനുഗമിക്കുന്നു, എന്നെ നിൻ കൈകളിൽ സമർപ്പിക്കുന്നു. കരുതേണമേ ജീവിതാന്ത്യത്തോളം, രുചി പകരണമേ ജീവിതത്തിൽ. കരുതേണമേ ജീവിതാന്ത്യത്തോളം, രുചി പകരണമേ ജീവിതത്തിൽ. പുതുക്കി പുതുക്കി പുതിയതാക്കി പുലർത്തി കരുതി പാലിക്കണേ. പുതുക്കി പുതുക്കി പുതിയതാക്കി പുലർത്തി കരുതി പാലിക്കണേ.
വസിച്ചിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്മാർവിടത്തിൽ തലചായിച്ചെന്നും വസിച്ചിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്മാർവിടത്തിൽ തലചായിച്ചെന്നും ശാന്തിയും സൗഖ്യവും ദാനമായി തന്നിന്നെ പരിപാലിക്കുവാനായി മനസ്സിൽഗണേ. ശാന്തിയും സൗഖ്യവും ദാനമായി തന്നിന്നെ പരിപാലിക്കുവാനായി മനസ്സിൽഗണേ. പുതുക്കി പുതുക്കി പുതിയതാക്കി പുലർത്തിക്കരുതി പാലിക്കണേ. പുതുക്കി പുതുക്കി പുതിയതാക്കി പുലർത്തിക്കരുതി പാലിക്കണേ. ഉരുളുന്നു എന്റെ ജീവിതചക്രം കാലക്രമത്തിൻ കൂടെ ചേർന്ന്. ഉരുളുന്നു എന്റെ ജീവിതചക്രം കാലക്രമത്തിൻ കൂടെ ചേർന്ന്. അടുക്കുവാൻ ഇനി അധിക നാളുകളില്ല. ഒരുങ്ങുന്നു നിൻ മുഖശോഭ കാൺമാൻ. അടുക്കുവാൻ ഇനി അധിക നാളുകളില്ല. ഒരുങ്ങുന്നു നിൻ മുഖശോഭ കാൺമാൻ. ദൈവമേ അങ്ങയെ ഞാൻ അനുഗമിക്കുന്നു. എന്നെ നിൻ കൈകളിൽ സമർപ്പിക്കുന്നു. ദൈവമേ അങ്ങയെ ഞാൻ അനുഗമിക്കുന്നു. എന്നെ നിൻ കൈകളിൽ സമർപ്പിക്കുന്നു. കരുതേണമേ ജീവിതാന്ത്യത്തോളം. രുചി പകരണമേ എൻ ജീവിതത്തിൽ. കരുതേണമേ ജീവിതാന്ത്യത്തോളം. രുചി പകരണമേ എൻ ജീവിതത്തിൽ. പുതുക്കി പുതുക്കി പുതിയതാക്കി പുലർത്തിക്കരുതി